സർ ഈ ചായ കുടിക്ക, ഞാൻ ബട്ടൺ ഇട്ട് തരാം. ശരി, ഞാൻ വേഗം വരാം. ഇനിയേ അത് ആവർത്തിക്കരുത്. ഓക്കെ? ഹലോ, എന്തു പറ്റി? അല്ല, ഫോൺ. എനിക്ക് ഫോണ് വന്നോണ്ടേയിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളെ പകുതിക്ക് വെച്ച് നിർത്തുന്നത് ശരിയല്ലല്ലോ. തുടങ്ങി വെച്ച ജോലികള് അവരവര് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഹലോ, ആദ്യം ആ പ്രോജക്റ്റ് വേണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ വിചാരിക്കുന്നു അത് നല്ല പ്രോജക്റ്റ് ആണെന്ന്. അത് ശരിയാവട്ടെ. അല്ലല്ല, ആ പച്ചനിറം വേണ്ട, മെറൂൺ കളർ മതി. അത് കാണാൻ നല്ല രസമായിരിക്കും. അത് ഉടുക്കുന്നതാ നല്ലത്. അല്ലല്ല, ആ കളർ അടിക്കുന്നതായിരിക്കും നല്ലത്. അഭിനേ, ആ കള്ളച്ചിരിയുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അത് പുറത്തു വെക്കണ്ട, എന്റെ മുറിയിൽ വെച്ചാ മതി. ഇയാൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല. മനസ്സിലായിട്ടും ഒന്നും അറിയാത്ത മണ്ടിയെ പോലെ, അല്ലല്ല, മണ്ടനെ പോലെ. നല്ല അഭിനയം. ശരി, ഇങ്ങനെയല്ല ബട്ടൺസ് ഇടേണ്ടത്. ഏത് ജോലി ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യണം. നീ എല്ലാ ബട്ടണും ഒന്നോടൊന്ന് ആസ്വദിച്ചിട. വിശാൽ സർ എന്തായി ചെയ്യുന്നേ? ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നതേ കേട്ടാ മതി. ചെയ്യടോ. എന്താ ഇത്ര ധൃതി? നീ എവിടെ പോവാ? വിശാൽ സാറേ, എനിക്ക് ചെറുതായിട്ട് ഒരു പനിയുണ്ട് 2 ദിവസമായിട്ട്. അടുക്കളയിലേ ഞാനൊരു കഷായ അടുപ്പ് വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അയ്യോ, നിനക്ക് പനിയോ? എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഞാൻ നോക്കട്ടെ. മതി മതി മതി, ശൃംഗരിക്കാനുള്ളൊരു സമയം. വിട്ടേ വിശാൽ സാർ. വിശാൽ സാറേ, അക്കാശ ഇപ്പൊ കരിഞ്ഞു പോയി കാണുവേ. ഓ അങ്ങോട്ട്.
അകത്തില്ലെന്ന് തോന്നല്ലോ. വാ ചെറിയമ്മേ, നോക്കാം. വാ. ജാസ്മിൻ, ജാസ്മിൻ, ദേ ഇവിടെ. എന്താ രണ്ടുപേരും കൂടി ക്ഷേമന്വേഷിക്കാൻ വന്നതാണോ? നിന്റെ ക്ഷേമം അന്വേഷിച്ചു വരാനും മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള നിന്റെ പരിശ്രമം നടക്കുന്നതല്ലേ ഉള്ളൂ. ഓ, പിന്നെ എന്താണാവോ ആഗമനോദ്ദേശം? വ്യക്തമായ ഒരു ഉദ്ദേശം ഇല്ലാതെ നിന്റെ തിരുമുഖം കാണാൻ വരേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. നിന്ന് വാചകടിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നീ ആരാണെന്നാ നിന്റെ വിചാരം? ബുദ്ധിരാക്ഷസിയോ? കൂടപ്പിറപ്പിനെ ജയിലിലാക്കാൻ നീ കളിച്ച നാടകം ഗംഭീരായിട്ടുണ്ട്. പൊന്നാങ്ങള അഴിയണ്ണം പോയിട്ടും നിന്റെ മുഖത്തിനും രൂപത്തിനും സംസാരത്തിനും ഒന്നും ഒരു ഭാവമാറ്റവും ഇല്ലല്ലോ. എന്ത് ഭാവമാറ്റം വേണമെന്നാ നീ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയണോ? അതോ എന്റെ ഏട്ടൻ ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്നോർത്ത് കണ്ണീരൊലിപ്പിച്ച് കട്ടിലപ്പടിയിൽ ചാരിയിരിക്കണം? ഒന്ന് പോടിയോടുന്നു. ഇതേ ജാസ്മിന, ഉടയാത്ത മനസ്സും എന്ത് നേരിടാൻ ചങ്കൂറ്റവുമുള്ള ജാസ്മിൻ. ജതിൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ ഈ ജയിൽവാസം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതെ, അങ്ങനെ ഒരു ബോധം നിനക്കുള്ളത് നല്ലതാ. പക്ഷേ തെറ്റ് ചെയ്തവരും മാത്രമല്ല, ആ തെറ്റിന് പ്രേരിപ്പിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും കൂടി ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ നോക്കുമ്പോ നീയും അഴി എണ്ണേണ്ടവള് തന്നെയാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റെയ്തെന്നാ നീ പറയുന്നത്? തെറ്റുകൾ മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ. അതിലിപ്പോ എടുത്തു പറയാൻ എന്തിരിക്കുന്നു? ചതിയും വഞ്ചനയും അത്യാഗ്രഹവും കൈമുതലായിട്ടുള്ള നീ ആങ്ങളെ ജയിലിലാക്കിയതിനു ശേഷവും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് നിനക്കറിയാവുന്നതല്ലേ. ഇനി ഞാനത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. വിശാൽ സാറിനെ സ്വന്തമാക്കണമെന്നുള്ള നിന്റെ ഉദ്ദേശം നടക്കില്ലാന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചാൽ തന്നെ ജയിലിൽ ചാടി വന്നിട്ടാണെങ്കിലും ജതിൻ വിശാൽ സാറിനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടാ ജയിലിലേക്ക് പോയത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നേരാങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേർപ്പെങ്ങളും സ്വയം വിധവയാവാൻ ഒരുങ്ങില്ലല്ലോ. മാത്രമല്ല, വിശാൽ സാറിന്റെ ജീവന് ഭീഷണിയുള്ളപ്പോ ആ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കടമയാണ്. അപ്പോ എങ്ങനെ നോക്കിയാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല. വിശാലിനെ കൊല്ലാന്നുള്ളത് ജതിന്റെ ആവശ്യം, വിശാലിനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ആവശ്യവും ആഗ്രഹവുമാണ്. എന്റെ ആഗ്രഹം നടന്നതിന് ശേഷമല്ലേ ജതിൻ വിശാലിനെ കൊല്ലുള്ളൂ. അങ്ങനെ സംഭവിച്ചാലും നേട്ടം എനിക്ക് തന്നെയാണല്ലോ. അതെ, വ്യാമോഹ, വെറും വ്യാമോഹം. വിശാലിന്റെ ഭാര്യയായി കഴിഞ്ഞ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാകും എന്നുള്ള വ്യാമോഹം. എന്റെ പേരിലുള്ള സ്വത്തുവകകൾ നിന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ എന്റെ അനുവാദം വേണമെന്ന് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് സമ്മതം മൂളൂന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെക്കൊണ്ട് സമ്മതം മൂളിക്കാൻ കഴിവുള്ളവര് ഈ വീട്ടിനകത്തുണ്ടെന്ന് നീ മറന്നുപോയോ? അവരെ കൊണ്ട് നിന്നെ ഞാൻ സമ്മതം മൂളിപ്പിക്കും. നീ അനുസരണയുള്ള നല്ല കുട്ടിയല്ലേ, നീ അവരെ അനുസരിക്കും. വിശാൽ സാറിനെയോ അച്ഛനെയോ അച്ഛമ്മയോ ആണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെയും നിനക്ക് തെറ്റി ജാസ്മിനെ. ആ മൂവരും നന്മ മരങ്ങളാ, ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. നീ തിന്മയാണ്.
നിന്റെ ചിന്താഗതിയല്ല അവരുടേത്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഇനി എന്താ വേണ്ടേന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഔട്ട് ഹൗസിൽ നിന്ന് പോലും നിന്നെ നടുറോഡിലേക്ക് ഇറക്കാൻ അധികാരമുള്ളവളാണ് പാർവതി എന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഓർക്കണം. വചരമേ. ഈ ഔട്ട് ഹൗസിൽ നിന്ന് പോലും നിന്നെ നടുറോഡിലേക്ക് ഇറക്കാൻ അധികാരമുള്ളവളാണ് പാർവതി എന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഗാർഗിയോ, ഇന്നീ മുറി വൃത്തിയാക്കാൻ ഇപ്പോഴാ സമയം കിട്ടിയത്. എന്താ ഗാർഗി വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. CBI ഓഫീസറെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാ. CBIയോ എന്ന് പറഞ്ഞ എന്താ? ഞാൻ സേതുരാമയ്യർ. കൃഷി ആഫീസിൽ നിന്നല്ല, അങ്ങ് CBI എന്നാ. കേട്ടിട്ടില്ലേ? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എനിക്കൊന്നും മനസ്സിലായില്ല. ആരാ ഈ സേതുരാമയ്യർ? പൊട്ടി, അതൊരു സിനിമ ഡയലോഗാ. ഓ, നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമ. ആ, ഞാനൊരിക്കലേ ഉദയനൂര് വീട്ടിൽ വെച്ച് TV-യിൽ കണ്ടായിരുന്നു. എപ്പോഴും മുറുക്കാനും ചവച്ച് നടക്കുന്ന ആളല്ലേ മമ്മൂക്ക? ആ, അത് തന്നെ. ആ സേതുരാമയ്യരെ വെല്ലുന്ന അന്വേഷണമല്ലേ നീ നടത്തിയത്? അതുകൊണ്ടാ നിന്റെ CBI ഓഫീസർ എന്ന് ഞാൻ വിളിച്ച്. ഇപ്പൊ മനസ്സിലായോ? നീ പോയ ഗാർഗി, ചുമ്മാ മനുഷ്യനെ കളിയാക്കാതെ. കളിയാക്കിയതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. നീ കാല് മാറ്റ. നിന്റെ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയവനെ നീ തന്നെ കണ്ടുപിടിച്ച് പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തില്ലേ? ആ അന്വേഷണത്തിന്, ആ ബുദ്ധി കൂർമ്മതയ്ക്ക് നീ ഒരു അംഗീകാരം അർഹിക്കുന്നുണ്ട് പാർവതി. അതും കളഞ്ഞ. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഒരു കാര്യം, കൊലപാതക ശ്രമത്തിന് ഒരാളെ അകത്തായിട്ടുള്ളൂ. കൂട്ടുപ്രതി ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ചുറ്റി നടക്കുന്നുണ്ട്. അത് ഓർമ്മ വേണം. അറിയാം ഗാർഗി, ചേട്ടൻ നടത്തേണ്ടിയിരുന്ന കർമ്മം അനിയത്തി ചെയ്യാനും മടിക്കില്ല. പക്ഷേ എനിക്ക് വേണ്ടത് ചില്ലകൾ മുറിച്ചു മാറ്റുക എന്നുള്ളതല്ല, വേരോടെ പിഴുതെറിയണം. ഇനി ഒരിക്കലും എന്റെ വിശാൽ സാറിന് നേരെ ആരുടെ ഭാഗത്തുനിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടാവാൻ പാടില്ല. ആ വൻമരം പിഴുതെറിഞ്ഞിരിക്കും ഞാൻ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വിശാൽ സാറിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. നിന്റെ ഈ ആത്മവിശ്വാസമാ നിന്റെ ശക്തി. വിശാൽ ബ്രോയ്ക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാ സുമനസ്സുകൾക്കും നിന്റെ സംരക്ഷണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. പക്ഷെ പാർവതി, നീ സൂക്ഷിക്കണം. നിന്നെ, നിന്റെ കഴിവുകളെ ഇല്ലാതാക്കാൻ ദുർമന്ത്രവാദം വരെ നടത്തിയവരാ ഇവിടെ ഉള്ളവര്. അവര് നിന്നെ അപായപ്പെടുത്താൻ എന്തു മാർഗവും സ്വീകരിക്കും. ഒരു കരുതല് വേണം പാർവതി. നിസ്സാരമായിട്ട് അങ്ങനെ തള്ളിക്കളയരുത്. ഗാർഗി, രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണമെന്ന് മുത്തശ്ശൻ പലപ്പോഴും പറയാറുണ്ട്. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നിഴൽ എപ്പോൾ നമ്മളെ മറികടക്കുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്താൽ മരണം എത്തിയെന്ന് വേണം കരുതാൻ. അങ്ങനൊരു ഭയം എനിക്കില്ല ഗാർഗി. കാരണം ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ പറ്റൂ. അതെങ്ങനെയും എവിടെ വെച്ച് സംഭവിക്കും. പക്ഷേ ഞാൻ ജീവനോടെ ഉള്ളപ്പോ എന്റെ പ്രിയപ്പെട്ടവർക്ക് ദുർമരണം ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. നിന്നെ ഞാൻ നമിക്കുന്നു പാർവതി. സഹനശക്തി എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക സാധനോ? അത് നിനക്കുണ്ട്, പക്ഷെ എനിക്കില്ല. അതുകൊണ്ട്
നിനക്ക് സപ്പോർട്ടായിട്ടേ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റൂ. എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സന്തോഷം. ആ, അല്ല, അച്ഛന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? വിലക്ക് കാരണം എനിക്കങ്ങോട്ട് പ്രവേശനമില്ലല്ലോ. അച്ഛനിപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ആ മനസ്സിനെ ഒലിച്ചു കളയുന്ന എന്തോ ഒന്ന് ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്തുനിന്നാണോ പ്രതാപൻ സാറിന്റെ ഭാഗത്തുനിന്നാണോ ഉണ്ടായതെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയിക്കാൻ എന്തിരിക്കുന്നു? എന്റെ അമ്മായിയമ്മയുടെ ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കും. കൂട്ടുകക്ഷിയായിട്ടെ ആ മൊട്ടത്തലേനും ഉണ്ടാവും. ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴേ രണ്ടിന്റെയും കൂടെ തല ചേർത്ത് പിടിച്ച് മുള്ളുമുരുക്കി കൊണ്ടുചെന്ന് താഴോട്ടും മേലോട്ടും ഒരച്ച് തൊലി ഉരിയാൻ തോന്നും. പക്ഷെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. ഒരിക്കലും നടക്കില്ല. ആ, പിന്നെ എനിക്കൊരു ഔട്ട്ഡോർ ഷൂട്ടുണ്ട്. വരാൻ അല്പം വൈകും. നിന്റെ ജോലികളൊക്കെ നടക്കട്ടെ. ബൈ. ചേച്ചി, ഞാനേ ചേച്ചി പുറത്തൊന്നും കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാർ സാർ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചി ചേച്ചി ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ പറഞ്ഞോലും കേട്ടായിരുന്നോ? അതെന്താ, ഞാൻ ബദിരിയാണെന്ന് കരുതിയോ നീ? നീ പറയുന്നത് കേൾക്കാൻ നിന്റെ മുഖത്ത് തന്നെ നോക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മോ, ഇതെന്താ രാവിലെ ഒരു ഉടക്കമൂട്? ഇടത്ത് വാക്കാണോ എഴുന്നേറ്റത്? ദേ പ്രതാപ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി ഇങ്ങനെ ചൂടാവാതെ എന്താ പ്രശ്നമൊന്ന് വാ തുറന്ന് പറ. അറിഞ്ഞോ അറിയാതെയോ ശേഖരേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പ്. ശേഖരേട്ടൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വർഷം എത്രയായി? ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നീയോ ഞാനോ ഒന്ന് പോയി കണ്ടിട്ട് പോലുമില്ല. എന്തിന്? ബന്ധം വേർപെടുത്തിയ ഭർത്താവിന്റെ ക്ഷേമം അന്വേഷിച്ച് ഏതെങ്കിലും ഭാര്യമാര് പോവോ? അതും സെൻട്രൽ ജയിലിലേക്ക്. ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനെയല്ല പ്രതാപ. കണക്ക് കൂട്ടി നോക്കിയാൽ കൊലപാതക കുറ്റത്തിന് ലഭിച്ച ജീവപര്യന്തം 14 വർഷം. പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് 1-2 വർഷം കൂടി. അപ്പം മൊത്തം 16 വർഷം. ശരിയല്ലേ? ചേച്ചി എന്നോട് തന്നെ ചോദിക്കണം. ഞാൻ ഈ മാത്തമാറ്റിക്സിൽ വട്ടപൂജയാണെന്ന് എത്ര പ്രാവശ്യം പറയണം? അതെ, 16 വർഷം. അതായത് ശിക്ഷയുടെ കാലാവധി ഇപ്പൊ തീരുന്നു എന്നർത്ഥം. ഒരുപക്ഷെ ആളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. ഏതായാലും നീ അതൊന്നു പോയി അന്വേഷിക്കണം. എന്തിന്? അതിന്റെ ഒരു ആവശ്യമില്ല. ആളിയൻ ഈ 16 വർഷത്തിനിടയിൽ മരിച്ച് മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുൻപുള്ള ജാതക പരിശോധനയില് ശേഖരേട്ടന് ദീർഘായുസ പറഞ്ഞിട്ടുള്ളത്. ഓ പിന്നെ, ജയിൽ വാസവും പറഞ്ഞിരുന്നു. അത് സത്യമായ സ്ഥിതിക്ക് മരണവും സംഭവിച്ചിട്ടില്ല എന്നുറപ്പിക്കാം. ഇരുളടഞ്ഞ ഇടനാഴികളുള്ള ജയിൽ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഏകനായി 16 വർഷം നരകയാതന അനുഭവിച്ച പമ്പര വിഡ്ഢി. അസ്തമയത്തിന് ശേഷമുണ്ടാകുന്ന ഇരുട്ട് കത്തിജ്വലിച്ചുയരാൻ പോകുന്ന പ്രകാശത്തിന്റെ ആരംഭമാണ്. ആ പ്രകാശത്തിൽ നിന്റെ കണ്ണുകൾ മഞ്ഞളിക്കും. ആ പ്രകാശരശ്മികൾ തീജ്വാലകളായി നിന്റെ മേൽ പതിക്കാൻ ഇനി അധിക നാളില്ല. കരുതിയിരുന്നോ നീ? ഉദയത്തിനുള്ള സമയമായി. കിഴക്ക് ദിക്ക് ചുവന്നു തുടങ്ങി. ചേച്ചി അയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പട്ടിണി മാറ്റാനുള്ള വഴി നോക്കി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ചിലപ്പോ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 16 വർഷം. ഞാൻ തിരിച്ചു വന്നിരിക്കും.
അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകും. ഇളക്കി മറിക്കും ഞാൻ. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അതുമാത്രമാണ്.